സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഒരു സഹോദരൻ 5 പേരവൻ തട്ടി, 5 പേരവൻ കൊന്നു. അപ്പോൾ ഇത് ഒന്നല്ല, ഇത് നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരാഴ്ച മുന്നേ വേറെ സഹോദരൻ അവൻ്റെ ഫാദറിനെ കഴുത്തറുത്ത് കൊന്നു. അതേപോലെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന മെയിൻ വിഷയം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മെയിൻ എന്താണ് പ്രശ്നങ്ങൾ? അതായത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വല്ല തെറ്റുകൾ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഹോംവർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മളെ അധ്യാപകർ നമ്മളെ ശിക്ഷിക്കാറുണ്ട്. അവർ ചിലപ്പോൾ അടി തരും. ഈ കയ്യിന് 5 അടി, ആ കയ്യിന് 5 അടി, ആകെപ്പാടെ പ്രശ്നങ്ങളാക്കിയിട്ട് ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, ക്ലാസ്സിന് പുറത്ത് നിർത്തും. എന്നിട്ട് നമ്മൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടങ്ങനെ. അപ്പോൾ അതൊക്കെ എന്തിനാണ്? അവർ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ലൈഫിൽ വീണ്ടും ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു ഭയം ഉണ്ട്. നമ്മളെ രക്ഷിതാക്കളോടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അധ്യാപകരോടുള്ള ഭയം. ചിലപ്പോൾ രക്ഷിതാക്കളോട് ഭയം അല്ലെങ്കിൽ നമുക്ക് അധ്യാപകർ അയ്യോ കണ്ടോ നമ്മൾ ഹരിമാഷ വരുന്നത്, അല്ലെങ്കിൽ ഈ മാഷാണ്, നമുക്കൊരു ഭയം ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടോ? ഇല്ല. പുള്ളിയെ പോലും ഇന്നിപ്പോൾ മാതാവും പിതാവും കുടുംബവും ബന്ധവും നാട്ടുകാരും വീട്ടുകാരും എന്ന് പറഞ്ഞാൽ ഒക്കെപ്പാടെ ജാഥയായിട്ട് ചെല്ലുക സ്കൂളിലോട്ട്. സ്കൂൾ അടിച്ചു പൊളിക്കുക, മാഷെ ബെഞ്ചുമിട്ടിട്ട് അടിക്കുക, എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രക്ഷിതാക്കൾ പെട്ടുപോയി. കാരണം അവർക്ക് വീടിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഡോറിന്, അല്ലെങ്കിൽ റൂമിൻ്റെ ഡോറിനൊക്കെ നമ്മൾ ഒരു ലോക്കലിട്ട്, ഇപ്പോൾ 2, 3, 4 ലോക്ക. എപ്പോഴാണ് ഇവന്മാർ വന്നിട്ട് തലക്കടിക്കുക, കഴുത്ത് എന്താ പറയുക, അറക്കുന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് പഠിപ്പിക്കലോ ചെയ്യുമ്പോൾ തന്നെ അധ്യാപകരായിട്ടുള്ള ഒരു ബന്ധം ദൃഢമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം. അത് എന്നാണോ നമ്മളെ നാട്ടിൽ തകർന്നത്, അന്ന് മുതലാണ് ഈ കൊലപാതകങ്ങളും ഒക്കെ പാടെ തുടങ്ങിയത്. അല്ലാതെ നമുക്ക് സിനിമയാണോ അതൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജ്, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പണ്ട് മുതലേ സിനിമകളില്ലേ, മെയിൻ എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം, ഈ ബന്ധങ്ങൾ തകരുമ്പോഴാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്താവും മാറുന്നത്. ക്രിമിനൽ ആളുകൾ കൂടി വരാനുള്ള കാരണം അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരുത്തണം. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ ഓക്കെ കലാസ് കഴിഞ്ഞു, ഫിനിഷ് കലാസ്, അതല്ല. വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? ഓക്കെ. അപ്പം എല്ലാവരും നല്ല നന്മയ്ക്ക് വേണ്ടി, നല്ലൊരു സമൂഹത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും നല്ല ചെയ്യാൻ കഴിയട്ടെ. നമ്മളെ നാടൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, പണ്ടത്തേക്കാൾ നല്ല രീതിയിൽ നല്ല നന്മകൾ നിറഞ്ഞ നാട്ടിൻ പ്രദേശം പോലെ നമ്മുടെ നാടൊക്കെ വളരട്ടെ. അതുപോലെ തന്നെ മനുഷ്യന്മാർ നന്നാവട്ടെ. ഓക്കെ, സി യു.